അത് ശരി. അപ്പോൾ 2 മാസം കൂടി കഴിഞ്ഞ വില കുറയിട്ടോ ഗൈസ്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കോളി. അതായത് 2 മാസം കഴിഞ്ഞാൽ ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി തുടങ്ങട്ടോ. സ്റ്റാർട്ടിങ് ആണ്. ഇന്നൊരു സൂപ്പർ ഫ്രൈഡേ. വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ടേ കുട്ടികൾക്ക് മദ്രസ ഇല്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചേരവർക്ക് ഞാൻ രാവിലെ ഷട്ടിൽ കളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അതിന് കച്ചറ കയറും. ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരാള് അന്ത സൈഡിൽ നിൽപ്പുണ്ട്. അതാണ് താത്താത്ത. ഇതാണ് ദിയാപ്പി, ഈ കളിക്കുന്ന ആള്. എന്നുമൻ നെഞ്ചിലെ കുഞ്ഞു കണ്ണാടിയിൽ ഞാൻ പാട്ടാടി ആ ഓളിൻ്റെത്. അതാണ് ഞാൻ ഓളില്ലാത്തപ്പോഴേ പാട്ടാടുള്ളൂ. അതാണ് കേസ് ഇന്നത്തെ കഥ. ഇനി കുറച്ചേരം വലുപ്പം കളിച്ചു കൊടുത്താണ്ടേ പിന്നെ 3 വട്ടം തട്ടിയാലേ 3 വട്ടം തട്ടല്ല, 3 വട്ടം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചാൻസ് ഇല്ല. അത് കൊച്ചിൻ്റെ ഇരുന്ന് പൊട്ടിയാൽ ഇന്റെ ബാറ്റ് പോകും, ഇവരിന്ന് പൊട്ടിയാല് ഇവരെ ബാറ്റ് പോകും. അങ്ങനെയാണ് ഞങ്ങളെ മത്സരം. മനസ്സിലായോ? ഒന്നായി. അതാരും കൂട്ടൂല. അത് താഴത്ത് പോയതാ. താഴത്ത് പോയാൽ തന്നെയല്ലേ കൂട്ടാ അല്ലേ? അവിടെ കണ്ട നമ്മള് ചുട്ടു നിൽക്കണേ. ചുട്ടു എന്തോ ഒരു വിഷമത്തിലാണ്. എന്താ സംഭവം? മതിൽമ കണ്ടു നിൽക്കണേ. ചുട്ടോ ചുട്ടു ചുട്ടു എന്ത് ചുട്ടു ചുട്ടു വേറെ ആരെയാ തൊപ്പണം. ഗൈസ്, ഈ കളിക്കണതാണ് കേട്ടോ എൻ്റെ മൂത്ത മോള്. ഇവളെ പേര് ദിൽന. ഇതിന് മുന്നേ കളിച്ച ആളെ പേര് ദിയ. 3ാമത്തെ മോളെ പേര് ഷന്നു. അപ്പോൾ അവൾ എനിക്ക് ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ഫോണിൻ്റെ മുന്നേ. അപ്പോൾ ഷട്ടിൽ ബാറ്റൊക്കെ കഴിഞ്ഞ് നേരെ ഫ്രഷായി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണേ. ചൂടൽ തുടങ്ങിട്ടോ. വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലീവാണ്. ലീവല്ല, അങ്ങനെ ഒരു ലീവ്. അപ്പോൾ കുറച്ച് വൈകിട്ടാണ് ഇറങ്ങുന്നത്. ഏകദേശം 10 മണിയായിപ്പോൾ. ഓക്കെ, കാണാം. ഗൈസ്, ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ പൂച്ച കയറിയിട്ട് കിടന്നിറങ്ങിയിരിക്കണം. ഷന്നോള് ബാക്കിൽ കയറിയിട്ടോ. അവളെന്തായാലും ഒന്ന് കയറും ഉറപ്പാണ്. അവളുടെ റീൽ ചിറ്റിക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. അവൾ കൈകൊണ്ട് കാണിക്കണം എന്താണോ, ഉമ്മച്ചി വാ എന്ന് പറയണത്. അത് അവളും പോരുന്നുണ്ടെന്ന് പറഞ്ഞ തമാസക്ക്. അതാണ് സംഭവം. പോകുന്ന റൂട്ടാണ് കേട്ടോ. പോകുന്ന റൂട്ടിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. നല്ല സീനറി കണ്ടപ്പോഴേ ഉണ്ടല്ലേ. ഇന്ന് ബൈക്കും കൊണ്ടാട്ടോ ഗൈസ്. ബൈക്കും കൊണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. വണ്ടൂർ ടൗണാണ് കേട്ടോ ഈ കാണുന്നത്. വണ്ടൂർ ടൗണിലൂടെ തന്നെയാണ് ഇന്നും പോകുന്നത്. ഈ കാണുന്നത് ഗേൾസ് സ്കൂളാണ്. വണ്ടൂർത്തെ ഗേൾസ് സ്കൂളാണ് ഇരിക്കുന്നത്. മുകളിൽ കാണുന്നത് ജില്ലാ കലോത്സവം നടന്ന വേദിയിലേക്കുള്ള കവാടാണ്. പിന്നെ താഴെ കാണുന്നത് ബോയ്സ് സ്കൂളിൻ്റെ ഗേറ്റാണ് കേട്ടോ. ഗൈസ്, ഇതാട്ടോ നമ്മളെ ഓഫീസ് റൂമാണ് കാണുന്നത്. കണ്ടല്ലേ, തിരുവാലി. നമ്പറെങ്കിലും നമുക്ക് കിട്ടും. നമ്മളെ വലിയ ഒരാളെ തിരുവാലി. നമ്മൾ സ്ഥിരമായിട്ട് ചെറുകടിയും ചായയും കഴിക്കാൻ പറ്റുന്ന സ്ഥലമാട്ടോ. മുദീർ സിഹാബുദ്ദീൻ മുതലാളി. പരിപാടി എന്താ? ജുമാ നമസ്കാരത്തിന് വേണ്ടി കാര്യം പൊള്ളിയാണ് കേട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാക്ക് പങ്കെടുക്കണല്ലോ. നമുക്ക് വിൽക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചോദിച്ചു നോക്കട്ടെ. കാരണം നോക്കിന് എത്ര ചോദിച്ചു നോക്കട്ടോ വില. എത്ര നോക്കിന് എന്താ വില?
എത്ര പീസ്? 8 പീസ് 100 രൂപ. അപ്പോൾ ഒരെണ്ണത്തിന് എത്രയായി? ഒരെണ്ണം സിംഗിളായിട്ട് എടുക്കുകയാണെങ്കിലോ? ആ 8 പീസ് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള പീസിനാണ് പറയുന്നത് അല്ലേ? അല്ല, ഒരു നൊങ്കിന് എത്ര? ഒരു തേങ്ങക്ക് 50 അല്ലേ? അപ്പോൾ ആദ്യം 40 അല്ലായിരുന്നു. 100 രൂപക്ക് വാങ്ങുകയാണെങ്കിൽ 2 ഫ്രീ. അതാണ് ഈ പാക്കറ്റ് ആക്കി വെച്ചത് അല്ലേ? അത് ശരി, അങ്ങനെ കേട്ടോ ഗൈസ്. അതായത് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ 50 രൂപ, വലുത് നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ 50 രൂപ ഒരു തേങ്ങക്ക്. 3 എടുക്കുകയാണെങ്കിൽ 100 രൂപക്ക് തരുമെന്നാണ് ഏട്ടൻ പറയുന്നത്. നിങ്ങൾ പേരെന്താ? രാജു, തമിഴ്നാടാ? അപ്പോൾ ഒരു 8 പീസ് ഞാൻ വാങ്ങുന്നുണ്ട് കേട്ടോ. ഇതാ വലുത് നോക്കിയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. നോക്കട്ടെ എത്ര. ഇതാ വലുത് നോക്കിയിട്ട് എടുത്തോളി ഗൈസ്. ഇത് എവിടെ വരുന്നോ? ഇത് വണ്ടൂർ വാണിയമ്പലം റൂട്ടിൽ കുറ്റി പറഞ്ഞ സ്ഥലമല്ലേ, അവിടെ ഉണ്ട് ഒരു സലഫി മസ്ജിദ്. ഈ പള്ളിക്ക് നേരെ മുൻഭാഗത്ത് ഇതാ. അപ്പോൾ എനിക്കുള്ള നൊങ്കാണ് കയ്യിൽ വെച്ചിരിക്കണം കേട്ടോ. ഇതാ തന്നോളി. ഓക്കെ, താങ്ക് യു. എനിക്ക് ആവശ്യമാണല്ലേ? ഓക്കെ ചേട്ടാ, ആദ്യം 40 രൂപ അല്ലായിരുന്നു ഒരു പീസിന്, ഇപ്പം അങ്ങനെ 50 ആയത് ഒരു തേങ്ങക്ക്? സീസൺ ആയിട്ടില്ല, ഇപ്പോൾ സീസൺ ഇല്ല. ആ, തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? അപ്പം ഇനി വില കുറയും? ഇനി 2 മാസം പറഞ്ഞാൽ 10 100 രൂപ. അത് ശരി, അവിടെ അത് ശരി. അപ്പോൾ 2 മാസം കൂടി കഴിഞ്ഞാൽ വില കുറയിട്ടോ ഗൈസ്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കോളി. അതായത് 2 മാസം കഴിഞ്ഞാൽ 8 പീസ് തരുന്നത് 10 പീസ് തരും അല്ലേ? ഓക്കെ ഗൈസ്, വീഡിയോയിലെ ഏത് ഭാഗമാണ് ഇഷ്ടമായത് എന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.